ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ അതിശക്തിയേറിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെല്ലവീവിലേക്കും ടെല്ലവീവിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും അതിമാരകമായ ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ തങ്ങളുടെ ഫതഹ് 2 ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കറുത്ത ദിനം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഗസക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇറാന്റെ മിസൈൽ വീണ ടെല്ലവീവിലെ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ടെല്ലവീവ്, റമാത്ത് ഗൻ, ഹോളൻ, ബീർഷിബ എന്നിങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ ഇന്ന് പതിച്ചിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലിലെ ബീർഷിബയിലുള്ള സൊറാക്ക ഹോസ്പിറ്റലിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വീണിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനമാണ് ഇത്. ഗസയിൽ പരിക്കേൽക്കുന്ന ഇസ്രായേലി സൈനികരെ ചികിത്സിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് തെക്കൻ ഇസ്രായേലിലെ ബീർഷിബയിലുള്ള സൊറാക്ക ഹോസ്പിറ്റൽ. അങ്ങനെയുള്ള ഈ ഹോസ്പിറ്റലിലാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ മിസൈൽ വീണിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ വീണ് സൊറാക്ക ഹോസ്പിറ്റലിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ സൊറാക്ക ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല. ഇസ്രായേലി സൈനികരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ എന്ന നിലയിലാണ് സൊറാക്ക ഹോസ്പിറ്റലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ടെല്ലവീവിൽ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ ഇന്ന് നടത്തിയത്. ടെല്ലവീവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇറാൻ തകർത്തിരിക്കുകയാണ്. ടെല്ലവീവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിംഗ് വലിയ ഒരു കെട്ടിടമാണ്. ടെല്ലവീവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം, ആ കെട്ടിടം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് സൊറാക്ക ഹോസ്പിറ്റലും അതുപോലെ ടെല്ലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അവരെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ രണ്ട് സ്ഥാപനങ്ങളാണ്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളെയും രക്ഷിക്കുവാൻ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് ഇസ്രായേലിന്റെ പരാജയത്തിലപ്പുറം ഇറാന്റെ സൈനിക ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ടെല്ലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെല്ലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സമീപം ഗസയുടെ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് ടെല്ലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സമീപം ഇറാന്റെ മിസൈൽ വീണതിനു ശേഷം ഉണ്ടായിരിക്കുന്നത്. സൊറാക്ക ഹോസ്പിറ്റൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് പ്രതികരിച്ചത് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാംനെയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാൻ സൈന്യം ഇസ്രായേലിന്റെ ഹോസ്പിറ്റൽ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാന് നേർക്ക് അതിശക്തമായ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സും ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ടെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നത് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ഇന്ന് 30ഓളം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത്. ഇതിൽ എത്ര മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്ന കാര്യം വ്യക്തമല്ല. റമാത്ത് ഗൻ, ഹോളൻ, ബീർഷിബ അതുപോലെ ടെല്ലവീവ് എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ നിലവിൽ അതിശക്തമായ മാധ്യമ സെൻസർഷിപ്പാണ് നിലനിൽക്കുന്നത്. എന്നിട്ടും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ കെട്ടിടങ്ങളുടെയും സമീപ പ്രദേശങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഗസയിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം തകർക്കുന്നത് കണ്ട് കൈയടിച്ച ഇസ്രായേലികൾക്ക് തങ്ങളുടെ തലസ്ഥാന നഗരമായ ടെല്ലവീവ് ഇപ്പോൾ മറ്റൊരു ഗസയായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേലികളെ സംബന്ധിച്ച് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.